അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും? കുറേ ദിവസമായി ഞാൻ വന്നിട്ട് സുഖമില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ചൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, എന്നാലും തൊണ്ട ശരിയാവാനുണ്ട്. അത് പതുക്കെ പതുക്കെ ശരിയായിക്കോളും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നത്. കുറേ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേര് പൊന്നാങ്കണ്ണി ചീര എന്നാണ്. കാണിച്ചു തരട്ടെ. അപ്പോൾ ഇത് കണ്ണിന് ഭയങ്കര നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കുറേ റിവ്യൂസ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. കുറേ ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോസൊക്കെ കണ്ടായിരുന്നു. കാഴ്ചക്കുറവിനൊക്കെ ഒരു 40 ദിവസം ഇത് അടുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ചാനലിൽ, അതായത് നമ്മുടെ ഹനാൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് കേട്ടോ. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം. അപ്പോൾ അതിലൊരു ഒരു സുഖമില്ലാത്ത മോനുണ്ട്. അപ്പോൾ അവനെ കണ്ട് ശരിക്കും ഞാൻ ആ പേര് കണ്ട്, ഹനാൻ എന്നുള്ള പേര് കണ്ടിട്ടാണ് ആ ചാനൽ ഞാൻ നോക്കിയത് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ പേരും ഹനാൻ എന്നാണ്. അപ്പോൾ നമുക്കൊരു പ്രത്യേകത തോന്നൂല നമ്മുടെ മോൻ്റെ പേര് കാണുമ്പോഴത്തേക്ക്. അങ്ങനെ നോക്കിയതാണ്. അപ്പോഴാണ് ഒരു ഉമ്മ ആ മോനെ വെച്ചിട്ടേ എടുത്ത വീഡിയോസ്. ആ മോന് ഒരു വയ്യാത്ത കുട്ടിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്കൊന്നും കൊടുക്കണ്ട, അവർ നമ്മളിൽ നിന്നൊന്നും ആഗ്രഹിക്കണില്ല. ആ ഒരു വീഡിയോ കണ്ടിട്ട് അവരൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുമ്പോൾ ആ കുട്ടീനെ ചികിത്സിക്കാനുള്ള ഇതൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ ആ ചാനൽ കാണാൻ തുടങ്ങി. അപ്പോൾ അതിലാണ് പുള്ളിക്കാരി ഇങ്ങനെ ഈ ചീര കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർക്ക് തരാം എന്നൊക്കെ പറഞ്ഞു. 10 പൈസ വാങ്ങിച്ചില്ല കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് കൊറിയർ ചാർജ് മാത്രം ഞാൻ കൊടുത്തുള്ളൂ. എല്ലാവരോടും അങ്ങനെ തന്നെയാണ് ചാനലിലും പറഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് തരാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കട്ടെ. നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. മോനെ ഒന്ന് കാണണം, എന്നിട്ട് മോനക്ക് ഒരു സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം മതി. അപ്പോൾ എന്നിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് അവരൊന്ന് സഹായിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് അയച്ചു തന്നതാണ് ഈ ചീര. ഇത് ഞാൻ നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കറി വെച്ചാൽ പിന്നെ ഒരു ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ചെടിച്ചട്ടിയിൽ നടണം. അപ്പോൾ നടണയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ നമ്മുടെ തയ്യൽ ക്ലാസ്സിനെ കുറിച്ചിട്ടൊന്നും പറയാറില്ല. അപ്പോൾ ബിഗിനേഴ്സ് ക്ലാസ് തുടങ്ങുന്നുണ്ട് കേട്ടോ. 1-ാം തീയതി. ആർക്കെങ്കിലൊക്കെ ചേരണമെന്നുണ്ടെങ്കിൽ തയ്യൽ അറിയാത്തവർക്ക് തീർച്ചയായിട്ടും നല്ല ക്ലാസ്സാണ്. തയ്യൽ അറിയാത്തവർക്ക് മാത്രമല്ല, അറിഞ്ഞിട്ടും കട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ധൈര്യക്കുറവുള്ളവർക്കൊക്കെ നല്ല ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ബാൽക്കണിയിലാണ് കേട്ടോ നടക്കുന്നത്. ഞാൻ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങനെ ബാൽക്കണിയിൽ കുറച്ച് ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നടാമെന്നാണ് വിചാരിച്ചത്. ചട്ടികളെന്ന് പറഞ്ഞാൽ ടെറസിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കളറൊക്കെ പോയി, എന്നാലും ചട്ടിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു വലിയ ചട്ടിയിലിരുന്ന് ഞാനൊരു ചെറിയ ചട്ടിയിലേക്ക് മാറ്റി ചട്ടി ഒഴിവാക്കി എടുത്തതാണ് കേട്ടോ ഈ നമ്മുടെ ഈ ചീര നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്ന് ബാൽക്കണിയിൽ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ചെടിയൊക്കെ എങ്ങനെ നടണേന്നൊക്കെ കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല കേട്ടോ, വെറുതെ മണ്ണ് എടുക്കാൻ. കണ്ടോ ആ ചെടി ഞാനൊന്ന് നനച്ചൊക്കെ എടുത്തപ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഇതെവിടെയെങ്കിലും വെക്കാം. ഇതിപ്പോൾ തൽക്കാലം അങ്ങോട്ട് മാറിയിരിക്കട്ടെ. അപ്പോൾ ഇത് നല്ല ചെടിച്ചട്ടി വാങ്ങിച്ചിട്ട് വേണം. നല്ല ചെടിച്ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അകത്ത് വെക്കാൻ നല്ലതാണ് ചട്ടി. ഇത് ഞാൻ മുകളിൽ മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ടേ കുറേ ചെടിച്ചട്ടി മുകളിലുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കാനൊന്നും പോകാൻ നേരം ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഉണങ്ങിയിട്ട്, അപ്പോൾ കറ്റാർവാഴയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഉണങ്ങണുണ്ട്. അപ്പോൾ ഞാൻ വേഗം അതൊരു എടുത്തിട്ട് വന്നതാണ്. അതും ഒരു ചട്ടിയിൽ നടണം. കണ്ട ചെടിച്ചട്ടിയൊക്കെ നരച്ച് ആകെ കൊള്ളായി. എന്നാലും ഇത് നട്ടാൽ ഇനിയും പിടിക്കൂട്ടെ. ഇത് പോയിട്ടില്ല. ഇതിനൊന്നും അധികം വെള്ളം വേണ്ടാത്തതുകൊണ്ട് അതങ്ങനെ പിടിച്ച് നിന്നതാണ്. അതിൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ട് പിടിച്ച് നിന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ബക്കറ്റിൽ കുറച്ച് മണ്ണ് മുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട്, മുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോയി വെച്ചതാണ്. ഈ ഗ്രോ ബാഗും അതും ഇതൊക്കെ ഇട്ടിട്ട് ഓരോന്നൊക്കെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും. ഞാനവിടെ പയറും അതും ഇതൊക്കെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, വഴുതനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോകാനുള്ള സമയക്കുറവ്, മുകളിൽ എപ്പോഴും വെള്ളമൊഴിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് അങ്ങനെ ഉണങ്ങിപ്പോയി എല്ലാനും. അപ്പോൾ കുറേ മണ്ണുകൾ അവിടെ ഇരിപ്പുണ്ട് ചെടിച്ചട്ടിയിലും കവറിലും ഒക്കെ. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. എല്ലാം എടുത്തുകൊണ്ട് വരണം. ഇവിടെ ആണെങ്കിൽ പിന്നെ പിള്ളേരാണെങ്കിലും വെള്ളമൊക്കെ ഒഴിച്ചോളും. പിന്നെ നമുക്കാണെങ്കിലും നമ്മുടെ അകത്ത് തന്നെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ. മുകളിലേക്ക് പോയിട്ട് ഇതാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതാക്കണ്ട, മണ്ണൊക്കെ കുറച്ച് നല്ല കളിമൺ പ്രതിമ പോലെ. ഞാനത് പൊട്ടിക്കാനായിട്ട് കുറേ ശ്രമിക്കേണ്ടി ഇട്ട്, എന്നിട്ട് അത് നടക്കണില്ല. കുറച്ചൊന്ന് ബുദ്ധിമുട്ടി ഞാൻ ആ കട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാൻ. വെള്ളം ഒഴിച്ചൊഴിച്ചൊഴിച്ചാൽ പിന്നെ ചെടികൾ നട്ടതിൻ്റെ വേരും ഉണ്ടാവുമല്ലോ അതിൻ്റെ അകത്ത്. അതാണ് ഇങ്ങനെ പ്രതിമ പോലെ ആയിപ്പോയത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ ഒരു തയ്യൽ മെഷീൻ കൊടുക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അങ്ങനെ ഞാൻ ഒരു ദിവസം അത് OLX ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ കാര്യം വിട്ടും പോയി. അതിന് ഇങ്ങനെ റിപ്ലൈ ഒക്കെ വന്ന് കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു റിപ്ലൈ വന്നത് ഇപ്പോഴും അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു റിപ്ലൈ വന്നു കേട്ടോ. അപ്പോൾ
എൻ്റെ മോൻ്റെ നമ്പറാണ് അതിൻ്റെ അകത്ത് കൊടുത്തേക്കണം. അവൻ ഓക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവനും അങ്ങോട്ടേക്ക് റിപ്ലൈ ചെയ്തു. അപ്പോൾ അവർ ഇങ്ങോട്ട് വിളിച്ചു കേട്ടോ. അപ്പോൾ അവർക്ക് വേണം. അപ്പോൾ അവർ ബാർഗെയിൻ ചെയ്യണമൊന്നുമില്ല കേട്ടോ. ഞാനത് 5000 രൂപക്കാണ് OLX ഇട്ടേക്കണം. അവർ പറഞ്ഞു ഓക്കെ 5000 രൂപക്ക് തന്നെ തന്നേക്ക്. അപ്പോൾ വിളിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദിക്കാരാണ് കേട്ടോ. പിന്നെ അവൻ അപ്പോൾ ഹിന്ദിയിൽ ഞാൻ എന്നിട്ട് ചവിട്ടി പൊട്ടിച്ചാണ് കേട്ടത് ഒരു കട്ടെ. അപ്പോൾ അവനോട് ഹിന്ദിയിലാണ് സംസാരം. അപ്പോൾ ഇവൻ ഹിന്ദിയിൽ സംസാരിക്കണുണ്ടപ്പോൾ ഞാനിത് ആരോടാണ് സംസാരിക്കണേന്ന് ഓർത്ത് ചെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ഉമ്മച്ചി OLX ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, തയ്യൽ മെഷീൻ്റെ ആളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു അപ്പോൾ പൈസയൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞു, ഇതിലേക്ക് ഇടാമെന്ന് പറഞ്ഞ് നമ്മുടെ എന്താണ് ഗൂഗിൾ പേ ഉണ്ടോ ചോദിച്ചു. പറഞ്ഞ് അവൻ പറഞ്ഞു ഗൂഗിൾ പേ ഉണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ ഗൂഗിൾ പേ ഇല്ല, അവർ ഫോൺ പേ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ ഫോൺ പേ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു ഉമ്മച്ചിയുടെ ഫോൺ പേ ഉണ്ടല്ലോ, ഉമ്മച്ചിയുടെ നമ്പർ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ കൊടുത്തു. നമ്മളിപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യത്തിനാണെങ്കിലും എല്ലാവർക്കും നമ്പർ കൊടുക്കണം. എല്ലാവരും ഗൂഗിൾ പേയോ ഫോൺ പേയോ അക്കൗണ്ട് പേയോ ഒക്കെ ആയിട്ട് ഫീസൊക്കെ അയക്കണ്ടല്ലോ. അപ്പോൾ ഞാനതൊന്നും ഓർത്തില്ല. ഞാൻ പറഞ്ഞ് നമ്പർ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇവനോട് പറഞ്ഞ് ഞാൻ പൈസ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വിളിക്കണം. അപ്പം എന്നോട് പറഞ്ഞ് ഉമ്മച്ചിയുടെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യുക, പൈസ അവർ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാലൻസ് ചെക്ക് ചെയ്തപ്പോൾ ഇല്ല, മുമ്പേ ഉള്ള പൈസ തന്നെയാണ്. അവർ പൈസ ഇട്ട് ആദ്യം പറഞ്ഞാൽ 5000 ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടാ വന്നിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ ഇവനിക്ക് അത്രയും അങ്ങോട്ട് ഹിന്ദി മനസ്സിലാവാത്തതുകൊണ്ട് അവൻ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് ഫോൺ തന്നിട്ടാ. അപ്പം ഞാൻ സംസാരിച്ചു, എനിക്ക് അത്യാവശ്യം ഹിന്ദി സംസാരിക്കാൻ അറിയാം കേട്ടോ. അപ്പോൾ അവൻ ഫോൺ ചെയ്തപ്പോൾ തന്നെ അവൻ എന്നോട് ചോദിച്ച് ഞാൻ പൈസ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ ബാലൻസ് കാണിക്കണില്ല, അധികം കാണിക്കണില്ല എന്ന് പറഞ്ഞ്, അതുള്ളത് തന്നെയേ കാണിക്കണുള്ളൂ എന്ന് പറഞ്ഞേ. അപ്പോൾ അവർ പറഞ്ഞ് ഞാനപ്പോൾ വന്നപ്പോൾ ഒരു 100 രൂപ ഇടാമെന്ന് പറഞ്ഞ്, എന്നിട്ട് അത് വന്നിട്ടുണ്ടോ നോക്ക്, എന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാഡം അതിങ്ങോട്ട് തിരിച്ചയച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ 100 രൂപ ഇട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്നിട്ട് ഞാൻ എൻ്റെ എന്തോ പൊട്ട ബുദ്ധിക്കാണോ നല്ല ബുദ്ധിക്കാണോ എന്നറിയില്ല, ഞാൻ ബാലൻസാണ് ചെക്ക് ചെയ്യണത്. ഇവർ തന്നെന്ന് പറയുമ്പോൾ ഇവരുടെ മെസ്സേജ് അല്ല എന്ന് ഞാൻ നോക്കണം. ഞാൻ ഇവരിട്ടെന്ന് പറയുമ്പോൾ ഞാൻ പോയിട്ട് ബാലൻസ് ചെക്ക് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല 100 രൂപ വന്നിട്ടില്ല. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞേ, അവൻ പറയണത് അവൻ എന്താണ് പട്ടാളക്കാരനാണ്, ഇന്ത്യൻ ഫൗജിയിലുള്ളതാണ്, പട്ടാളത്തിലുള്ളതാണെന്നൊക്കെയാണ് കേട്ടോ പറയണത്. അപ്പം നമ്മളൊരു വലിയ ബഹുമാനത്തിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കണത്. ഒരു പട്ടാളക്കാരനാണല്ലോ. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഈ മെഷീൻ ആർക്കാണ് പറഞ്ഞ പുള്ളിക്കാരൻ്റെ വൈഫിനാണ്, വൈഫ് അരമണിക്കൂർ കഴിഞ്ഞ് വരുമെന്നൊക്കെ ഇങ്ങനെ പറയണ്ട കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചേ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരും. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളെവിടെയാണ് ഉള്ളത്? ഞാനിപ്പോൾ പട്ടാള ക്യാമ്പിലാണുള്ളത് മാഡം, എൻ്റെ ID കാർഡൊക്കെ നോക്കിക്കോ, എൻ്റെ പ്രൊഫൈൽ നോക്കിക്കോ എന്നൊക്കെ പറയണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ പിന്നെ അധികം സംസാരിച്ചില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് മാഡം ഞാനിപ്പോൾ ഒരു 100 രൂപ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ കയ്യിൽ ബാലൻസ് വന്നിട്ടില്ല, ആ ഉള്ള എമൗണ്ട് തന്നെ ഉള്ളൂ. അപ്പോൾ അവൻ എന്നോട് പറയണേ എന്നാൽ നിങ്ങളുടെ ബാലൻസ് എത്രയാണെന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാൻ പറഞ്ഞേ. അപ്പോൾ ഞാൻ ചോദിച്ചേ അതെന്തിനാണ് എൻ്റെ ബാലൻസ് നിങ്ങളറിയണേ എന്തിനാണ് എന്ന് ഞാൻ ചോദിച്ചേ. അല്ല വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ബാലൻസ് അറിഞ്ഞാൽ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടോ നിങ്ങളെങ്ങനെ അറിയണേ, ഞാനല്ലേ അത് പറയേണ്ടത് എന്ന് ഞാൻ ചോദിച്ചിട്ട്. അപ്പോൾ അവർ ഹിന്ദിയിലാണ് പറഞ്ഞു. അവനിക്കാണെങ്കിൽ ഭയങ്കര വെപ്രാളം. എന്നിട്ട് പറഞ്ഞു 100 രൂപ അയച്ചിട്ടുണ്ട്, മെസ്സേജിൽ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോൺ പേ ആപ്പ് എടുത്തിട്ട് മെസ്സേജിൽ നോക്കിയപ്പോൾ 100 രൂപ വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് എങ്ങനെ മെസ്സേജ് ഇട്ടേക്കണേ ടൈപ്പ് ചെയ്ത്, പണ്ട് നമ്മുടെ ബഡായി അരി ഉണ്ടല്ലോ, ബഡായി അരിയൊക്കെ ഒരു ഇതിൽ വന്നെന്ന് പറഞ്ഞ് ബഡായി അരി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 100 രൂപ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു അത് എനിക്ക് റിട്ടേൺ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 100 രൂപ വന്നിട്ടില്ല, അത് ഞാനിപ്പോൾ ഒരു 1 രൂപയും കൂടെ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് ഞാൻ വിശ്വസിക്കണില്ല, ഞാനിങ്ങനെ ഓർക്കണം അവർ ജെന്യൂൻ പാർട്ടിയാണെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു 1 രൂപ അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ 1 രൂപയും കൂടെ അയച്ചു എന്ന് പറഞ്ഞു. പിന്നെയും അവർ ടൈപ്പ് ചെയ്ത് മെസ്സേജാണ് കേട്ടോ അയക്കണത്, മറ്റേതല്ല. അപ്പം ഞാൻ ഓർത്തത് എന്താണിത് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് അയക്കണത്. അപ്പം ഞാൻ പറഞ്ഞേ എന്നിട്ട് എന്നോട് പറഞ്ഞേ 100 രൂപ ഞാൻ ഇതേപോലെ തന്നെ 5000 ഇപ്പം ഇട്ട് തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി 100 വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല, ഇത് രണ്ടും നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചേക്കണത്, പിന്നെ എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞ് അവൻ എന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ പിൻ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പിൻ നമ്പറൊന്നും ഞാൻ തരില്ല,
ഞാനേ മെഷീൻ കൊടുക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെ പറയല്ലേ മാഡം, എൻ്റെ ഭാര്യ ഇപ്പോൾ വരും. എന്നാൽ ഓക്കെ, നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ എവിടെ ഉള്ളത്? അത് കേരളത്തിലുണ്ട്. അതായത് ഞാൻ മലയാളിയാണെന്ന് മനസ്സിലാക്കിയോണ്ട് അയാൾ പറയണത് കേരളത്തിൽ. ഞാൻ കേരളത്തിൽ എവിടെയാണ് ഉള്ളത്? അതവൻ പറയൂല. എത്ര ചോദിച്ചിട്ടും പറയില്ല. മാഡം ഇങ്ങോട്ട് പൈസ അയക്ക് അവൻ്റെ വെപ്രാളം. ഞാൻ പറഞ്ഞേ, നിങ്ങൾ ലിക്വിഡ് കാശായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മെഷീൻ തരാം, അല്ലെങ്കിൽ മെഷീൻ തരൂല. അരമണിക്കൂറിനുള്ളിൽ എൻ്റെ വൈഫ് അവിടെ എത്തും. ഞാൻ പറഞ്ഞു വരട്ടെ, അരമണിക്കൂറിനുള്ളിൽ വരട്ടെ, ഞാൻ കൊടുക്കാം, നിങ്ങൾ ക്യാഷായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഞാൻ തരുള്ളൂ എന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എനിക്ക് വരാൻ പറ്റൂല മാഡം, ഇവിടെയാണ് എന്താണ് അവർ എവിടെയോ ദൂര സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവിടെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരാണെങ്കിലും ഇവിടെ വരുന്നവർക്ക് പൈസ ആയിട്ട് വന്നാൽ മാത്രമേ ഞാൻ മെഷീൻ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ടാ. അവനപ്പം തന്നെ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് അവൻ പോയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പ്രൊഫൈൽ ഞാൻ ആദ്യം എടുത്ത് നോക്കിയപ്പോഴത്തേക്കും എന്താ പറയുക, ഒരു പട്ടാളക്കാരൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു ഫോട്ടോയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ഫോട്ടോ നമ്മുടെ നിന്ന് പോകുമല്ലോ. പിന്നെ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല അത്. പക്ഷെ ടൈപ്പ് ചെയ്തത് ഇപ്പോഴും എൻ്റെ കയ്യിൽ കിടക്കണ്ട. അവൻ ടൈപ്പ് ചെയ്ത് അയച്ചത്, അതായത് നമ്മുടെ ഇതിൻ്റെ അക്കൗണ്ടിലേക്ക് ടൈപ്പ് ചെയ്ത് അയച്ചത് കിടക്കുന്നുണ്ട്. അതായത് ഗൂഗിൾ പേ അല്ല, ഫോൺ പേ അക്കൗണ്ടിലേക്ക് അവൻ ടൈപ്പ് ചെയ്തിട്ട് അയച്ചിട്ട് ഇനിയിപ്പോൾ നമ്മുടെ നമ്പർ കിട്ടിയിട്ട് ഇനി ബുദ്ധി വിവരമില്ലാത്തവരാണെങ്കിൽ നമ്മൾ നമ്പർ പറഞ്ഞു കൊടുക്കുമല്ലോ. എനിക്ക് ബുദ്ധി തോന്നിയത് നമ്മുടെ ആര്യയുടെ ബഡായി ബംഗ്ലാവിലുണ്ടായിരുന്ന ആര്യയുടെ ആ ഒരു ഇത് ഓർമ്മ വന്നു. ഞാനപ്പോൾ പറഞ്ഞു, ഇടി അവിടെ ആര്യയ്ക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് ഒരുവണ സാരിയുടെ കേസിൽ, ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇക്കാനോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പട്ടാളക്കാരാണെന്നും പറഞ്ഞ് വിളിക്കണത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും അബദ്ധമൊന്നും പറ്റിയില്ലല്ലോ, നമ്പറൊന്നും കൊടുത്തില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഒരു നമ്പറും കൊടുത്തില്ല, പിന്നെ എൻ്റെ ഫോൺ പേ നമ്പർ. അപ്പം അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ യൂട്യൂബിലുള്ള എല്ലാവർക്കും, എൻ്റെ കാണുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അറിയാം. അതൊന്നും വിഷയമില്ല. പക്ഷേ നമ്മുടെ പിൻ നമ്പറൊന്നും കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുതിട്ട് ഇങ്ങനെ പട്ടാളക്കാരാണെന്നും പറഞ്ഞിട്ട് വിളിക്കേണ്ട. അപ്പം നമ്മൾ പട്ടാളക്കാരാണെന്ന് പറയുമ്പോൾ നമ്മൾ സംരക്ഷിക്കുന്ന ആൾക്കാരാണ്, എല്ലാവരോടും നമുക്ക് എപ്പോഴും ഒരു ബഹുമാനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയും. പക്ഷേ ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. വെറുതെ തട്ടിപ്പാണ് അവർ പറയണത്, മൊത്തം തട്ടിപ്പാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇതായിപ്പോയത്. അയാളെ സംശയിക്കാൻ കാരണം വന്നത്, ഒന്നാമത്തെ അവൻ എൻ്റെ ബാലൻസ് ചോദിച്ചു. എന്തിനാണ് അവൻ മറ്റൊരാളുടെ ബാലൻസ് ഒരാൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അവൻ എൻ്റെ പിൻ നമ്പർ ചോദിച്ചു. പിന്നെ ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിക്ക് ഞാൻ ചോദിച്ചു, ഭാര്യ ഇവിടെ ഉണ്ട്, ഭാര്യ അരമണിക്കൂറിനുള്ളിൽ വരും. അപ്പോൾ ഭാര്യ എവിടെ ഉള്ളത്? അത് കേരളത്തിൽ നിന്ന് എങ്ങനെ എൻ്റെ വീട്ടിലേക്ക്, കേരളത്തിൽ എവിടെയാണെന്ന് വെച്ചിട്ട് അവൻ വരും. അവൻ അഡ്രസ്സ് ഒന്നും ചോദിച്ചിട്ടില്ല. അതിന് മുമ്പ് അരമണിക്കൂറിനുള്ളിൽ ഭാര്യ അവിടെ എത്തുമെന്നാണ് പറയണത്. അപ്പോൾ എവിടെയാണ് സ്ഥലം, ലൊക്കേഷനൊന്നും ചോദിക്കാണ്ട് ഭാര്യ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നി. അപ്പോൾ ഈ ഒരു 2-3 കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഞാൻ അന്നേരം ഉണ്ടായിരുന്നോണ്ടും, ഇനിയിപ്പോൾ മക്കളാരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ പിന്നെ, എന്നാലും ഇവന്മാർ കൊടുക്കുമെന്നില്ല. ഞാൻ എപ്പോഴും ഇവന്മാരോട് പറയാം അങ്ങനെയൊന്നും ചോദിക്കണം, ആർക്കും പിൻ നമ്പറൊന്നും കൊടുക്കരുതിട്ടാന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചേക്കണാണ്. അതുകൊണ്ട് തന്നെ കൊടുക്കൂലെന്ന് തോന്നണ്, കൊടുക്കൂലായിരിക്കും. എന്തായാലും ഒരു വലിയൊരു ചതിവിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിനെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് തന്നെ ക്ലോസ് ചെയ്യേണ്ട സംഭവം വന്നേനായിരുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ വർത്താനമൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ ഞാൻ ചെടിയൊക്കെ നട്ടു. നമ്മുടെ ഹനാൻ്റെ ഉമ്മ തന്ന ചെടിയൊക്കെ ഞാൻ നട്ടു. അപ്പം ഞാൻ എൻ്റെ ബാൽക്കണിയൊക്കെ ശരി, അത് കഴിഞ്ഞപ്പോൾ മെഷീൻ കൊണ്ടത് ഞാൻ ഈ സൈഡിൽ കൊണ്ടുവന്ന് ഇട്ട്. ഇനി ആർക്കും കൊടുക്കണ്ട, അവിടെ എങ്ങാനും കിടന്നോട്ടെ. ഇപ്പോൾ ഈ സൈഡിൽ കിടന്നുകൊണ്ട് ആർക്കും ഒരു ശല്യവും ഇല്ല. അതിങ്ങനെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ മെഷീൻ്റെ കാര്യവും പറയാം. അപ്പം ഞാൻ പ്രത്യേകിച്ചും പറയണേ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ പല കോളുകളും പലയിടത്തുനിന്ന് വരും. ആരും അത് എടുക്കാതിരിക്കുക. എടുത്താലും നിങ്ങളുടെ രഹസ്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മറ്റുള്ളവർക്ക് വന്നെന്ന് പറഞ്ഞിങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഞാൻ ഓർക്കണതാണ്, നമുക്ക് വരില്ല, നമുക്കിതൊന്നും സംഭവിക്കില്ല എന്നൊരു ആത്മവിശ്വാസമാണ്. പക്ഷേ നമുക്കും വരും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ ആ ചെടിയൊക്കെ അവിടെ നട്ടപ്പോൾ ഇവിടെ ചെളിയൊക്കെ വീണല്ലോ, അതൊക്കെ ഇങ്ങനെ ഈ കൈ വെച്ച് തൊടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കോലാകുമ്പോൾ നമുക്ക് സുഖമാണ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാനായിട്ട്. ഇത് ഞാൻ ബാൽക്കണി മാത്രം തുടക്കണ കോലാണ് കേട്ടോ, പെരക്കകത്ത് തുടക്കാറില്ല ഇത് വെച്ച് പിന്നെ ചളിയാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളത് ഒരുപാട് വെള്ളം നമുക്ക് ഇങ്ങോട്ടേക്ക് ഒഴിക്കാൻ പറ്റില്ല. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുറ്റത്തേക്കാണ് ഈ വെള്ളം പോകുന്നത്. അപ്പോൾ ഒരുപാട് ഒഴിക്കാൻ പറ്റില്ല. അവിടെ ചെടിയുണ്ട്, ചെടിയുടെ വെള്ളമൊക്കെയാണ് വീണത്. എങ്കിലും ഞാൻ അവിടേക്കൊന്ന് നീറ്റാക്കിയത്. ഇത് അരിയത്തേക്ക് വെക്കണം കേട്ടോ. ഇതെന്താണെന്നാ നമ്മൾ ചീര
വിത്ത് പാകിയേക്കണേ ചെറുതായിട്ടൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. എന്നാലും ചില സമയത്തൊക്കെ കണ്ട മുളച്ചൊക്കെ നിൽക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കാൻ മറന്നു പോകണോണ്ട് ചിലതൊക്കെ ഇങ്ങനെ വാടിയിട്ട് നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടിട്ടുണ്ട്. എനിക്കിവിടെ നിന്ന് ചീരയും പയറും ഒക്കെ കിട്ടാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തിരക്കായിട്ട് മടിയും തിരക്കും എല്ലാം കൂടെ ആകുമ്പോൾ ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്. മടിയുടെ അല്ല, എനിക്ക് തിരക്കിൻ്റെയാണ്. എന്നാലും എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യണതൊക്കെ ഇഷ്ടമാണ്. മുകളിലൊക്കെ ഇഷ്ടം പോലെ പയറും കോവലും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം പോയി, ഇനി എല്ലാം ഒന്നേന്ന് തുടങ്ങണം. അതുപോലെ തന്നെ ഈ കറിവേപ്പൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കറിവേപ്പൊക്കെ മുകളിൽ നിൽക്കായിരുന്നു, എല്ലാം ഉണങ്ങി നിൽക്കായിരുന്നു. ഇപ്പോൾ പോയപ്പോൾ ഞാൻ ഓരോന്ന് എടുത്ത് 2 ദിവസം മുമ്പൊക്കെ കൊണ്ടുവന്ന് വെച്ച് നന്നാക്കിയൊക്കെ കൊണ്ടുവന്നേക്കാം. വേറൊരു കറിവേപ്പും കൂടി ഉണ്ട്. അതും ഇങ്ങനെ ഇല കിള്ളി ബോൺസായി പോലെ. ഇതിനൊക്കെ നല്ല പ്രായമുണ്ട് കേട്ടോ ഈ കറിവേപ്പിനൊക്കെ. ഞാനിങ്ങനെ വരുമ്പോഴത്തേക്കും കിള്ളി എടുക്കും. അപ്പോൾ ഇതിങ്ങനെ ബോൺസായി പോലെ ഇങ്ങനെ നിൽക്കും. വേറൊരെണ്ണം ഉണ്ട്, അത് നല്ലോണം ഉണങ്ങിപ്പോയതായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു വിധമൊക്കെ കിളുത്ത് വരണുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് തുടച്ചിടുകയാണ് കേട്ടോ. ഒരുപാട് വെള്ളമൊഴിച്ച് കഴുകാൻ പറ്റാത്ത കാരണേ കുറച്ചൊന്ന് വെള്ളമൊഴിച്ച് കഴിയിട്ട് പിന്നെ അങ്ങ് തുടച്ചെടുത്ത് നീറ്റാക്കി എടുക്കുകയാണ്. ഇത് ഞാൻ കാണിച്ചു തരാട്ടെ. അടുത്ത കറിവേപ്പിനെ ഇങ്ങോട്ട് നീക്കി വെക്കട്ടെ. കണ്ട അതായത് ഇതിപ്പോൾ നന്നായിട്ട് വരണുണ്ട്. അപ്പോൾ കറിവേപ്പിനെ ഒരു ഉഗ്രൻ ഐഡിയ കണ്ട. ഇത് എത്രയോ വർഷം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഈ കറിവേപ്പ് ഇങ്ങനെ തന്നെ നിൽക്കണം. ഇങ്ങനെ ചെറുതായിട്ട് വരും, ഞാൻ ഒടിച്ചെടുക്കും, പിന്നെ അങ്ങനെ തന്നെ. അതേ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. നമ്മുടെ ഹനാൻ ലൈഫ് സ്റ്റൈലിൻ്റെ ഒന്ന് കയറി കണ്ട് അവരൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതേ കറ്റാർവാഴ നട്ടിട്ടില്ല, അതൊരു ചട്ടിയിൽ വെച്ചേക്കാണ്. ഇനി അതിന് മണ്ണ് കൊണ്ടുവന്നിട്ട് വേണം നടാൻ. പിന്നെ കുറച്ച് ചെടികളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ചട്ടികളിലൊക്കെ നട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ മണ്ണ് നനച്ചിട്ട് അതിനകത്ത് ആ ചെടികൾ കുത്തി വെച്ചേക്കാണ്. അപ്പോൾ 2-3 കാര്യങ്ങൾ പറയാനാണ് വന്നത്. ഒന്ന് ഹനാൻ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യം, പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം. അപ്പോൾ ബിഗിനേഴ്സ് ക്ലാസ് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ചേരണം എന്നുള്ളവരൊക്കെ നമ്പർ എടുക്കുക, എന്നിട്ട് എന്നെ വിളിക്കുക കേട്ടോ. അപ്പോൾ നമ്പറും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. തുടക്കക്കാർക്കും കുറച്ചറിയാവുന്നവർക്കൊക്കെ അടിപൊളി ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.